മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. 2025 അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. ഡിസംബറിൽ 2025 അവസാനിപ്പിക്കുമ്പോൾ സിനിമയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ലാലേട്ടൻ ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു കൊല്ലമായി. തുടർച്ചയായിട്ടുള്ള 200 കോടി ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൻ്റെ വമ്പൻ കളക്ഷൻ, അതുപോലെ 2 റീ റിലീസിങ് ചിത്രം രാവണപ്രഭുവും ചോട്ടാ മുംബൈയും, ഇതൊക്കെ ഓളം സൃഷ്ടിച്ചു. 600 കോടിക്ക് മുകളിൽ മലയാള സിനിമയ്ക്ക് നൽകിയ ലാലേട്ടൻ ഇനി 3 ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് 2025 വേണ്ടി. ലാലേട്ടൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവർഷമായ 2025 ലാലേട്ടൻ നമുക്കായി ഒരുക്കുന്ന 2025 ലാസ്റ്റ് 3 ചിത്രങ്ങൾ. അതിൻ്റെ അപ്ഡേറ്റാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. 2025 ഡിസംബർ മാസം 12-ാം തീയതി മലയാള സിനിമയിലെ കാമിയോ റോളിൽ ഏറ്റവും മികച്ചത് എന്ന് പറയാവുന്ന സമ്മർ ഇൻ ബേദലഹേം എന്ന ചിത്രത്തിലെ 1998 സിബി മലയർ സംവിധാനം ചെയ്തു. ഇതിൻ്റെ തിരക്കഥ സുരേഷ് ഗോപി, ജയറാം, മോഹൻലാൽ, മഞ്ജു വാര്യർ എന്നിവർ ഒന്നിച്ച് അഭിനയിച്ച ചിത്രം. ഈ ചിത്രത്തിൽ ലാലേട്ടൻ ഉണ്ടെന്ന് നമുക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. തിയേറ്ററിൽ പോയി ജയറാമും കലാമണിയും സുരേഷ് ഗോപിയൊക്കെ നിറഞ്ഞാടിയ, മഞ്ജു വാര്യരൊക്കെ നിറഞ്ഞാടിയ ചിത്രമായിരുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ചിത്രം എന്നുള്ള പേരിൽ തന്നെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ക്ലൈമാക്സിലോട് എത്തിയപ്പം നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ലാലേട്ടൻ എത്തുന്നു. പിന്നെ അതിൻ്റെ ഹൈപ്പങ്ങ് വേറെ ലെവലായി. ആദ്യ ദിവസത്തെ ആദ്യ ഷോ കാണാൻ പോയ എന്നെ സംബന്ധിച്ച് അത് ഫുൾ ഷോ ഒന്നും അല്ലായിരുന്നു. ഒരു സുരേഷ് ഗോപി, ജയറാം ചിത്രം കാണാൻ പോകുന്ന ആൾക്കൂട്ടം, വലിയ കുഴപ്പമില്ല എന്നൊക്കെയായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ക്ലൈമാക്സ് കഴിഞ്ഞപ്പം പടത്തിൻ്റെ ലെവലങ്ങ് മാറി. പിന്നെ അടുത്ത ഷോ മുതൽ അത് ഫുള്ളാകുന്നു. എങ്ങും തിക്കും തിരക്കും ലാലേട്ടൻ ഈ ചിത്രത്തിലുണ്ട് എന്നുള്ള ഭയങ്കര പേര്. 5 മിനിറ്റ് നേരം വന്ന് നമ്മളെ ഞെട്ടിച്ച നിരഞ്ജൻ എന്ന് പറഞ്ഞ കഥാപാത്രം, ഒരു രക്ഷയില്ല ലാലേട്ട എന്ന് പറഞ്ഞ ദിവസങ്ങളായിരുന്നു അത്. കാരണം 2-2.5 മണിക്കൂർ അതിൽ അഭിനയിച്ച പലരുമുണ്ട്. സുരേഷ് ഗോപി നായകനായ ജയറാമുണ്ട്, മഞ്ജു വാര്യരുണ്ട്. അവരെയെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി ലാലേട്ടൻ കത്തിക്കയറിയപ്പോഴുണ്ടല്ലോ, പിന്നെ ഓരോ ഷോയ്ക്കും ഈ 5 മിനിറ്റ് കാണാൻ വേണ്ടി, ലാസ്റ്റ് 5 മിനിറ്റ് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അതൊക്കെ വല്ലാത്ത സംഭവമായിരുന്നു. 1998 ഈ ചിത്രം ഇറങ്ങിയതിന് ശേഷം 27 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും നമ്മുടെ മുമ്പിലെത്തുന്നത്. ലാലേട്ടൻ്റെ ആ മാസ്മരികമായ കഥാപാത്രത്തിന് വേണ്ടി നമ്മൾ ഇനിയും കാത്തിരിക്കുകയാണ്. അങ്ങനെ ഡിസംബർ 12-ാം തീയതി അത് വീണ്ടും റീ റിലീസായിട്ട് നമ്മുടെ മുമ്പിലെത്തും. അതിനുശേഷം എത്തുന്നത് ഡിസംബർ 18. ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, പുതിയ സംവിധായകനായ ധനഞ്ജയ ശങ്കർ, ശ്രീ ഗോകുലം മൂവീസിൻ്റെ പടം, ഇതൊക്കെ തന്നെ കൊണ്ട് ഹൈപ്പുള്ള ചിത്രമായിരുന്നു ബബ്ബബ്ബ എന്ന്. ദിലീപിൻ്റെ കരിയറിലെ തന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ബബ്ബബ എന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇങ്ങനെ പാരലായിട്ട് വന്നുകൊണ്ടിരുന്നു. ഇതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തു വരുന്നത്, ലാലേട്ടൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഈ ചിത്രത്തിൻ്റെ ഹൈപ്പങ്ങ് വേറെ ലെവലാവുകയാണ്. ദിലീപും ലാലേട്ടനും ഒന്നിച്ച് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു വാർത്താമാധ്യമങ്ങൾ പിന്നെ അത് ഏറ്റെടുത്തു. പിന്നെ ഈ ചിത്രത്തിൻ്റെ ഓരോ പോസ്റ്ററിനും ഓരോ വാർത്തകൾക്കും വേണ്ടി എല്ലാവരും കാത്തിടും. അങ്ങനെ ഡിസംബർ 18-ാം തീയതി ഈ ചിത്രം നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ലാലേട്ടൻ്റെ കഥാപാത്രം എന്താണെന്ന് അറിയില്ല. സ്റ്റണ്ടിലും പാട്ടിലും ഒക്കെ ലാലേട്ടൻ ഉണ്ട് എന്നാണ് അണിയറ പ്രവർത്തകർ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരെയും ഞെട്ടിപ്പിക്കാൻ വേണ്ടി ലാലേട്ടൻ വീണ്ടും എത്തുന്നു ഡിസംബർ 18. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ബബ്ബബ്ബ എത്തുന്നത്. ഭയം, ഭക്തി, ബഹുമാനം. ഈ ചിത്രമാണ് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്.
എനിക്ക് തോന്നുന്നു 2025 ഡിസംബറിൽ ഇറങ്ങുന്ന ചിത്രങ്ങളിൽ ഏറ്റവും വലിയ ഹൈപ്പ് കൂടിയ ചിത്രവും ഇത് തന്നെയാണ്. പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പല കളക്ഷൻ റെക്കോർഡുകളും തകർക്കാൻ പറ്റിയ കെൽപ്പുള്ള ചിത്രം തന്നെയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. മറ്റൊരു ചിത്രമാണ് കന്നഡ സംവിധായകനായ നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന വൃഷഭ എന്ന ചിത്രം. ഈ അന്യഭാഷയിലേക്ക് ലാലേട്ടൻ പോയി അഭിനയിക്കുന്നതിനോട് മലയാളത്തിലെ ആരാധകർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പലപ്പോഴും സംഭവിക്കുന്നത് ലാലേട്ടൻ അവിടുത്തെ ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കുകയും അവർ ഫൈറ്റിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്യും. ലാലേട്ടനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അന്യഭാഷകളിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. ചിലപ്പോഴെങ്കിലും അതിന് അപവാദമായ പല സിനിമകളുമുണ്ട്. ജനതാ ഗാരേജ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രമാണ്. അതുപോലെ ഇരുവർത്തേയും മോഹൻലാലിൻ്റെ മികച്ച അഭിനയം കാഴ്ചവെച്ച ചിത്രമെന്ന് പലരും വിശേഷിപ്പിക്കപ്പെട്ടതും എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ചിത്രമാണ് ഇരുവറിലെ കഥാപാത്രം. പക്ഷേ മറ്റു പല ചിത്രങ്ങളിൽ ലാലേട്ടനെ വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ അവിടുത്തെ പല സംവിധായകർക്കും കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് കന്നഡ സംവിധായകനായ നന്ദകിഷോർ ലാലേട്ടനെ മാത്രം നായകനാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്തത്. 2 കാലഘട്ടത്തിലെ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥ പറയുന്ന ഈ ചിത്രം പല ഡേറ്റുകൾ മാറ്റിവെച്ചതിന് ശേഷം ഡിസംബർ 25 നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കോടികൾ മുടക്കുമുതൽ മറ്റു ചിത്രങ്ങളിലെല്ലാം ലാലേട്ടനോടൊപ്പം ഒരു സൂപ്പർ സ്റ്റാർ, അവിടുത്തെ സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ ഇത് ലാലേട്ടൻ മാത്രമാണ് ഇതിനകത്ത് നായകൻ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ പീറ്റർ ഹെയ്ൻ, സ്റ്റണ്ട് സിൽവ, നിഖിൽ എന്നീ 2 മാസ്റ്റർമാർ ഒന്നിക്കുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ പ്രത്യേകതയുള്ള ചിത്രമാണ് വൃഷഭ എന്ന ചിത്രം. ഈ ഡിസംബർ 25 നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു. 2025 ലാലേട്ടനെ സംബന്ധിച്ച് ഗംഭീര കൊല്ലമാണ്. ആ കൊല്ലത്തിലെ ലാസ്റ്റ് വെടുക്കെട്ടായി മാറട്ടെ ഈ ബബ്ബായും വൃഷഭയും എന്ന 2 ചിത്രങ്ങൾ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത്. 2026 സംബന്ധിച്ച് ലാലേട്ടൻ്റെ ഒത്തിരി ചിത്രങ്ങളുണ്ട്. അതിലൊന്നാണ് എല്ലാവരും ലോകമെമ്പാടുമുള്ള മലയാള പ്രേക്ഷകരും സിനിമാ പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യം 3 ഷൂട്ടിംഗ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഒരേ സമയം 2 ചിത്രങ്ങളിൽ ലാലേട്ടൻ അഭിനയിക്കുന്നു. ഒരു വശത്ത് ദൃശ്യം 3 അഭിനയിക്കുമ്പോൾ മറുവശത്ത് തുടക്കം എന്ന ചിത്രം, ലാലേട്ടൻ്റെ മകൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രത്തിൽ ലാലേട്ടൻ ഒരു ചെറിയ കഥാപാത്രമായിട്ട് എത്തുന്നു. ആ 2 പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു. ഈ 2 ചിത്രങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അങ്ങനെ 2025 കോടികൾ വാരിക്കൂട്ടിയ ലാലേട്ടൻ്റെ മികച്ച കൊല്ലമായിരുന്നു. ഈ 2 എല്ലാ ചിത്രങ്ങളും വൻ വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ വേണ്ടി ലാലേട്ടൻ സിനിമകൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഒരുങ്ങട്ടെ, നമുക്ക് പ്രതീക്ഷിച്ച് കാത്തിരിക്കാം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്തും വരെ ഒക്കെ.